ഓയ്യോ കണ്ണിൽ കൂടെ പൊന്നി ചേർന്ന് അത് ഞാൻ അത്ര കാരണം അതിൻ്റെ അകത്ത് അത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചേ പറ്റുള്ളൂ. നല്ല അടിയായിരുന്നു. അടി കണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് തിരിച്ച് പുള്ളിക്കാരിനെ നോക്കണൊക്കെ ഷോട്ടൊക്കെ ഉണ്ട്. എനിക്കൊന്നും കണ്ടുകൂടാ, കാരണം കണ്ണൊക്കെ കൂടെ അങ്ങ് ഇരുട്ട് കയറിപ്പോയി. അറബി ഒട്ടക എന്ന് പറയുന്ന നല്ല ഒരു സിനിമയിലേക്ക് എൻട്രി കിട്ടി. ഓർക്കുന്നുണ്ടോ സീരിയൽ സജീവമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് സിനിമയിലേക്കുള്ള എങ്ങനെയാണ് അവസരം കിട്ടുന്നത്? എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വരുന്നത്. അങ്ങനെയാണല്ലേ? അപ്പം ഈ അറബി ഒട്ടകം പി മാധവൻ നായർ എന്ന് പറഞ്ഞ സിനിമ പ്രേംസാറിൻ്റെ സിനിമയാണ്. അപ്പം അതിലേക്കാണ് ആദ്യമായിട്ട് എനിക്ക് ചാൻസ് കിട്ടുന്നത്. അത് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, പ്രേംസാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുരേഷ് ചേട്ടനാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിയൻസ് വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, സീരിയലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സിനിമയും ചെയ്തിട്ടില്ല, സീരിയലും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. സിനിമ സീരിയൽ എന്നുള്ള മോഹമുണ്ട് ഉള്ളില്. മോഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു ഡെഡിക്കേഷനോട് കൂടിയൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുമില്ല, നടന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്രിക്കറ്റും കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കേരളത്തിന് വേണ്ടിയിട്ടേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് നിർത്തി, ഏകദേശം കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചൊക്കെ ആയി, പ്രാരാബ്ദങ്ങളൊക്കെ ആയി കളിയൊക്കെ നിർത്തി. പിന്നെ ചെറിയ സമയം പോക്കിന് വേണ്ടിയിട്ട് ക്ലബ്ബുകളിലൊക്കെ പോയി കളിക്കും എന്നുള്ളതേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സിറ്റി ക്രിക്കറ്റേഴ്സ് എന്നൊരു ക്ലബ്ബിനാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രിയൻ സാറിന് പാറ്റേൺ ആയിട്ടുള്ള ക്ലബ്ബായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രിയൻ സാറ് എൻ്റെ ഫോട്ടോ കണ്ട് എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു കാണും. അപ്പോൾ സുരേഷ് ചേട്ടനും പിന്നെ നമ്മുടെ സഞ്ജുവിൻ്റെയൊക്കെ കോച്ച് ബിജു ജോർജ് എന്നിട്ട്, അപ്പോൾ ബിജു സാറും സുരേഷ് ചേട്ടനും കൂടെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു. ബിജു സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെടാ നിന്നെ സുരേഷ് ചേട്ടൻ വിളിക്കും, അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, സുരേഷ് വിളിച്ചോളും എന്ന് ബിജു സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സുരേഷ് ചേട്ടൻ വിളിച്ചു. സുരേഷ് ചേട്ടൻ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് വലിയ വിശ്വാസം ആയില്ല, കാരണം ഇത് ഇനി ഇവർ പറ്റിക്കണ വേണമെന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സുരേഷ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ 16-ാം തീയതി ഹൈദരാബാദിൽ വെച്ചായിരിക്കും ഷൂട്ട്, നിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ ഇവർ തമാശ പറയണത് കളിയാക്കണതായിരിക്കും എന്ന്. ബിജു സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റിക്കണ പരിപാടിയുണ്ട്. അപ്പം തമാശ പറയണതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വിട്ട് ഒരു 16-ാം തീയതി ആവണതിന് ഒരു 2 ദിവസം മുന്നേ അപ്പം ഞാൻ എറണാകുളം പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഞാൻ ട്രെയിനിൽ, അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെ എൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഞാൻ മാനേജറായിരുന്നു. അപ്പോൾ ഞാൻ പൊക്കോണ്ടിരിക്കുമായിരുന്നു എറണാകുളത്തോട് ട്രെയിനിൽ. അപ്പോഴത്തേക്കാണ് സുരേഷിനെ വിളിക്കുന്നത്. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുടെ പേരും സുരേഷ് എന്നാണ്. അപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞൊരാൾ നിന്നെ വിളിക്കും. അദ്ദേഹമാണ് നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാ ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കണത്. അപ്പോൾ പുള്ളി നിന്നെ വിളിച്ച് നിൻ്റെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തോളൂ, എന്നിട്ട് പുള്ളി ടിക്കറ്റ് നിനക്ക് അയച്ചു തരും മെയിലിലെന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. പിന്നെ തൊട്ടടുത്ത പിന്നാലെ തന്നെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സുരേഷ് ചേട്ടൻ വിളിച്ചു. സുരേഷ് ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ വയസ്സിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടണത്, ഇത് സത്യമാണെന്നുള്ളത്. അപ്പോൾ എനിക്കിത് മനസ്സിലായി ഏത് സിനിമയെന്നോ എന്താണ് ഒന്നും അറിയില്ല. അപ്പം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ദിവസം ഞാൻ നേരെ ഹൈദരാബാദിൽ ചെന്നു. ഒന്നും അറിയുന്നില്ല, ഒന്നും അറിഞ്ഞൂടാ, പ്രിയൻ സാറിൻ്റെ സിനിമയാണെന്നറിയാം. ഹൈദരാബാദിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് പിക്ക് ചെയ്യാൻ എന്നെ നേരെ പിക്ക് ചെയ്ത് നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയത്. അപ്പോൾ രാമോജി സ്റ്റുഡിയോ അല്ല, വേറെ ഏതൊരു സ്റ്റുഡിയോയിലായിരുന്നു പോയത്. അവിടെ ചെന്ന് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഷൂട്ടിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം പ്രിയൻ സാറിനെ കണ്ട് പ്രിയൻ സാറിനോട് സംസാരിച്ച്, അത് കഴിഞ്ഞ് സുരേഷ് ചേട്ടൻ അവിടെ ഉണ്ട്. സുരേഷ് ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുരേഷ് നീ അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഇരുത്തി. അപ്പോൾ ഞാൻ ഈ വന്ന അതേ ഹോട്ടലിൽ പോയില്ല, ഡ്രസ്സ് മാറി ഒന്നും മാറിയിട്ടില്ല, അങ്ങനെ നേരെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോലും ഞാൻ പോകുന്നത്. കാരണം ഇതുവരെ പോയിട്ടില്ല. കാരണം നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ പോകും. ഞാനപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ റോഡിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ഈ ഷൂട്ടും തിരക്കൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ സ്ഥലം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം നമുക്ക് ഈ കൃത്യസമയത്തിനുള്ളിൽ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പിന്നെ ആ ഡോക്ടറെ മിസ്സാവും. നമ്മുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടി നമ്മൾ ഓടിക്കും. കാരണം നമുക്കിത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം കമ്പനിയിലോട്ട്. അപ്പോൾ ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചോദ്യം വരും, എന്തുകൊണ്ട് ഈ കറക്റ്റ് സമയത്ത് എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ അവിടെ ബ്ലോക്ക് ഷൂട്ട് തിരക്ക് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത വണ്ടി വിളിച്ച് അടുത്ത സ്ഥലത്തൂടെ പോവേണം, ബൈക്കിലാണ് പോകണം. അപ്പം അടുത്ത റോഡ് വഴി കയറി പോവാം. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ ഷൂട്ടിങ് നിന്ന് കാണാനുള്ള സമയം പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്താണ് ഷൂട്ടിങ് ലൊക്കേഷനിൽ നിന്ന് ആദ്യത്തെ ചെല്ലണം. അപ്പോൾ അവിടെ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ആൾക്കാരെ കാണും. അപ്പോൾ ഞാനിങ്ങനെ പ്രധാന നടന്മാരെ ആരെയും കാണുന്നില്ല. അപ്പം ഇങ്ങനെ ഇന്ന് പ്രിൻസ് സാറിൻ്റെ അടുത്ത് കുറേ, ഇപ്പോൾ പ്രിൻസ് സാറ് നീ ഇപ്പോൾ കളിക്കണുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത്യാവശ്യം പ്രിൻസ് സാറിൻ്റെ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടൻ വന്നു.
അപ്പോഴാണ് ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല ഇപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കാണാം. അപ്പോൾ ലാലേട്ടൻ വന്ന് ലാലേട്ടനെ പ്രിൻസ് സാറ് പരിചയപ്പെടുത്തി. അപ്പം ഞാൻ എഴുന്നേറ്റ് മോനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് മുകേഷ് ഏട്ടൻ വന്നു. മുകേഷ് ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഇത് വലിയ താരത്തിന് വന്നുകൊണ്ടിരിക്കുക. ഇന്നസെൻ്റ് അദ്ദേഹം വന്നു, മമ്മൂക്കോയ സാറ് വന്നു, പിന്നെ ലക്ഷ്മി റായ് പുള്ളിക്കാരിയായിരുന്നല്ലേ ഹീറോയിൻ, പിന്നെ ഒരു ഹിന്ദി നടനുണ്ടായിരുന്നു ശക്തി, ഫുൾ നെയിം എനിക്ക് അറിഞ്ഞൂടാ, പുള്ളി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇവരെല്ലാം കണ്ട് ഞാൻ ശരിക്കും നമ്മൾ കംപ്ലീറ്റ് ഔട്ടെന്ന് പറയുന്നത് ഔട്ടായിട്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും വലിയൊരു സിനിമയാണെന്നോ ഏത് സിനിമയാണോ ഒന്നും എനിക്കറിയില്ല. അപ്പം അത് ആ ഒരു ലൊക്കേഷനിൽ അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ എൻ്റെ അടുത്ത് പ്രിൻസ് സാറ് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ നിന്നെ ഒരു ചെറിയ വേഷം തരാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ അകത്ത് മാമുക്കോയയുടെ മരുമോനായിട്ടാണ് നീ ഇതിൽ അഭിനയിക്കുന്ന, ഒരു കല്യാണ ചെറുക്കനായിട്ടാണ്, ഒരു പാട്ട് സീക്വൻസൊക്കെ വരും, പിന്നെ കല്യാണം കഴിഞ്ഞ് നിന്നെ യാത്ര അയക്കുന്നത്, അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന്. അപ്പോൾ എനിക്കിതിനെ പറ്റി എങ്ങനെ അഭിനയിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയണം. അപ്പം ഞാൻ നേരെ സുരേഷ് ഏട്ടനെ മാത്രമേ എനിക്കറിയാവുന്നുള്ളൂ, അസോസിയേറ്റ്. അപ്പം സുരേഷ് ഏട്ടനെ ഞാൻ നോക്കി. അപ്പോൾ സുരേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ അടുത്ത ദിവസം മുതൽ അഭിനയിച്ചു തുടങ്ങി. എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇനി അവർക്ക് ഇങ്ങനെ തോന്നി. പിന്നെ ഫസ്റ്റ് പുതിയ ആളുമൊക്കെ ആയതുകൊണ്ട് അവരും അങ്ങനെ മൈൻഡ് ചെയ്തില്ല. അപ്പം ആ ഒരു ഇതിലങ്ങ് ആ സിനിമ അങ്ങ് ചെയ്തു. അല്ല, ഇത് മോഹൻലാലായിട്ട് കോമ്പിനേഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ സീനില്ല. പക്ഷേ ഈ ഇന്നസെന്റ് സാറ്, മമ്മൂക്ക സാർ, ഇവരൊക്കെ വീട്ടിൽ, അതായത് മമ്മൂക്കയുടെ വീട്ടിലോട്ട് വരുന്നതാണ് ഇവരെല്ലാം, മമ്മൂക്കയുടെ വീട്ടിൽ. അപ്പോൾ ലാസ്റ്റ് ഒരു അടിയും ഫൈറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ ഞാൻ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭാവനയുടെ ഭയങ്കര വലിയ ഫാനായിരുന്നു ഞാൻ. അപ്പോൾ ഈ സിനിമയിൽ ഭാവന ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനൊരു 10-12 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും രാവിലെ നമ്മളങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് അവിടെ പോകും. പക്ഷെ അന്ന് നമ്മുടെ സീൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള സീക്വൻസ് ചിലപ്പോൾ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യുന്ന പ്രിൻസ് സാർ വേറെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് കണ്ടുകൊണ്ട് ഞാൻ അവിടെ ലൊക്കേഷനിൽ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അവർ കൂടെ പോകും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമ്മൾ ഇൻവോൾവായി അതിൻ്റെ അകത്ത്. അപ്പം ഭാവനയെ കണ്ട്, പിന്നെ ഭാവനയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ സുരേഷ് ഏട്ടൻ പോയി പറഞ്ഞു, നിൻ്റെ ഭയങ്കര ഹാർഡ് കോർ ഫാനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാവനയായിട്ട് പിന്നെ ഭയങ്കര ക്ലോസായി, ഒത്തിരി ഭാവനയായിട്ട് സംസാരിക്കും. കാരണം അത്രയും ഫാനായിട്ട് ഒരാളെ അടുത്ത് കിട്ടേണ്ട സമയമല്ലോ. അപ്പോൾ അത്ര ഭയങ്കര ക്ലോസ് ആയിട്ട് ഭാവനയായിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഈ ലാലേട്ടനുമായിട്ടൊന്നും അങ്ങനെ പോയിരുന്ന് സംസാരിക്കില്ല. പിന്നെ സുരാജ് ഏട്ടനായിട്ടായിരുന്നു, സുരാജ് വെണ്ണയാറോട് സുരാജ് ഏട്ടനായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പമായി. പിന്നെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഒന്നുമില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളത് ഇതൊക്കെ ഇപ്പം ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ കട്ട് ചെയ്ത് ആ ഭാഗം കറക്റ്റ് ആയില്ല എന്നുള്ള രീതിയിൽ ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാലും തീർന്ന്, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ജോലിക്ക് പഴയതല്ല, ഞാൻ ഈ സിനിമയുടെ കാര്യം ആരും പറഞ്ഞില്ല. പിന്നെ ഒരു സിനിമയും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് പ്രിൻസ് സാർ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ, തത്സമയം ഒരു പെൺകുട്ടി, മറ്റേ ടി കെ രാജീവ്കുമാർ സാറിൻ്റെ സിനിമ, ഉണ്ണി മൂന്തൻ്റെ സിനിമ, അതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് ഇതേപോലെ ബസ്സിൽ മറ്റേ ഈ നിത്യ മേനൻ അവരായിരുന്നു ഹീറോയിൻ. അപ്പം ബസ്സിൽ നിത്യ മേനൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ലൈവ് കവറേജ് ക്യാമറ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബസ്സിൽ ശല്യം ചെയ്യാൻ കയറുന്ന ഒരു വ്യക്തി ഞാൻ. അപ്പം പുള്ളിക്കാരി എന്നെ അടിക്കും. ആ അടി എനിക്ക് ഒറിജിനലായിട്ട് എന്നെ അടിച്ചതായിട്ടാ. അത് എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാനിത് പ്രതീക്ഷിക്കില്ലല്ലോ. അതിന് മുമ്പ് കുറേ റിഹേഴ്സലൊക്കെ എടുത്ത്. അപ്പം റിഹേഴ്സലൊക്കെ എടുത്ത സമയത്ത് രാജീവ്കുമാർ സാറ് പറയണ്ടായിരുന്നു, കറക്റ്റ് അടി പറഞ്ഞ സമയത്ത് മാറ്റി കൊടുത്തില്ല. അല്ല, ഞാൻ മാറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ശരിക്കും അടിച്ചതായിരിക്കും എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം ഓയ്യോ കണ്ണിൽ കൂടെ പൊന്നി ചേർന്ന് അത് ഞാൻ അത്ര, കാരണം അതിൻ്റെ അകത്ത് അത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചേ പറ്റുള്ളൂ. നല്ല അടിയായിരുന്നു. അടി കണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് തിരിച്ച് പുള്ളിക്കാരിനെ നോക്കണ ഷോട്ടൊക്കെ ഉണ്ട്. എനിക്കൊന്നും കണ്ടുകൂടാ, കാരണം കണ്ണൊക്കെ കൂടെ അങ്ങ് ഇരുട്ട് കയറിപ്പോയി. അത്ര നല്ല അടിയായിരുന്നു. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടിയായിരുന്നു. പുള്ളിക്കാരി അപ്പം തന്നെ സോറി പറഞ്ഞു, സോറി എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ എന്തെങ്കിലും നമ്മളൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടി കൊണ്ട് ആ വേദന എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു. അത് നന്നായിട്ട് പെരുമാറി, അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു.
പിന്നെ ആ ഒരു സിനിമയും കഴിഞ്ഞു. പക്ഷെ ഉണ്ണിയായിട്ട് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. ആ സിനിമ കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു സിനിമയും കൂടെ അടുപ്പിച്ചൊരു 3 സിനിമ അങ്ങനെ ചെയ്തു. മറ്റേ അരുൺകുമാർ അരവിന്ദിൻ്റെ ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങി, ഇന്ദ്രജിത്തേടൻ്റെ. അപ്പം അതിലും ഒരു ചെറിയ വേഷം ഇതേപോലെ ചെയ്യാൻ കിട്ടിയ ഒരു വീട് വാടകയ്ക്ക് നോക്കുന്ന ഒരാളുടെ അതിൽ ഇന്ദ്രൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ കൂടെ ആ ഒരു സിനിമയും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ന്യൂസ് ഞാൻ അറിയണത്, ഇങ്ങനെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതിൽ കളിക്കാനും കൂടെ വേണ്ടിയിട്ടെന്നുള്ളൊരു തയ്യാറെടുപ്പോടു കൂടിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ള രീതിയിലും കൂടെ. അപ്പം അങ്ങനെ അറിഞ്ഞു. അപ്പം അങ്ങനെ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരുന്നു.